ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് കീം 2026 ഡ്രസ് കോഡും ആ എക്സാമിനേഷൻ സെന്ററിലെ ചില ഗൈഡ് ലൈൻസും ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് ആർക്കും പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് മാക്സിമം മുഴുവനായും കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ കൂടി ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട്, അതായത് പകുതി നോളജ് എന്ന് പറയുന്നത് വളരെ വലിയ ആപത്ത് കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ ഈ പകുതി അറിഞ്ഞുകൊണ്ട് നിർത്തരുത്, മുഴുവനായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. എന്താണ് നമുക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ അനുസരിച്ച് എന്തൊക്കെയാണ് ഡ്രസ് കോഡ് എന്ന് ആദ്യം തന്നെ നോക്കാം. അതിലൊന്നാമത് മെയിൽ കാൻഡിഡേറ്റ്സിന് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ടീഷർട്ട്സ്, ഷർട്ടാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾ ധരിക്കുമ്പോൾ മിനിമൽ പോക്കറ്റ്സ് ഉള്ള ഭയങ്കര ടൈറ്റ് അല്ലാത്ത തരത്തിലുള്ളത് ധരിക്കുക. അതുപോലെ ഇപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ഈ പോക്കറ്റുകൾ ഉണ്ട് എങ്കിൽ അത് ചെക്കിങ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി എന്താണ് ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു തരത്തിലുള്ള ഒരു കോംപ്ലക്സിറ്റിയും ഉണ്ടാക്കാത്ത രീതിയിൽ സിമ്പിൾ കളേർഡ് ആയിട്ടുള്ള എന്താണ് ടീഷർട്ട്, ഷർട്ട്, പാൻറ്, ട്രൗസേഴ്സ് ആ രീതിയിൽ നിങ്ങൾ ധരിക്കുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ സൽവാസ്, ചുരിദാർ ഓർ ടോപ്പ്, കുർത്തീസ്. അതായത് അവോയ്ഡ് ഹെവി ഓർണമെന്റ്സ്, ജുവലറി ഐറ്റംസ്, ഓർണമെന്റ്സ്, അതുപോലെ തന്നെ മെറ്റാലിക് ഐറ്റംസ്, മോഡൽ ആയിട്ടുള്ള അത് മാക്സിമം ഒഴിവാക്കുക. സിമ്പിളായിട്ട് ആസ് എ സ്റ്റുഡൻറ് സിമ്പിളായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ധരിക്കുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഫുൾ സ്ലീവ്ഡ് ക്ലോത്ത്, നോ ക്യാപ്പ്, നോ സ്മാർട്ട് വാച്ചസ് ആൻഡ് നോ ബൾക്കി ബെൽറ്റ്സ്. ഈ പറഞ്ഞ പോലെ സ്മാർട്ട് വാച്ച്, ബെൽറ്റ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഗൈഡ് ലൈൻസിൽ അത് കൃത്യമായിട്ട്, അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത പോലെ തന്നെ ഇത്തരത്തിലുള്ളത് ഒരു ഡബിൾ ചെക്കിന് നിങ്ങൾ എന്തായാലും കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇനി ഫുഡ് വെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വിയർ സാൻഡൽസ് ഓർ സ്ലിപ്പേഴ്സ് ഓർ ലൈറ്റ് വുഡ് ഫുഡ് വെയർ. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 3 സ്റ്റിക്കേഡ് ഒക്കെ ആയിട്ടുള്ള ഷൂസോ സോൾഡ് ആയിട്ടുള്ള ഫുഡ് വെയർസോ നിങ്ങൾ ധരിക്കാതിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഡ്രസ് കോഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ബെൽറ്റ് പാടില്ല, വാച്ച് പാടില്ല, സ്മാർട്ട് വാച്ച് പാടില്ല. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രമിക്കുക. ഇനി ആ ഒരു എക്സാം സെന്ററിനകത്ത് കയറി കഴിഞ്ഞാൽ ആ CBT എക്സാമിൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ആ ക്യാമറയുടെ മോണിറ്ററിലായിരിക്കും. അപ്പോൾ നോക്കുന്നതിൻ്റെ ഇടയിൽ മീൻസ് അതിൽ തന്നെ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കും. നിങ്ങൾ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കണ്ണുകളുടെ ചലനം, നിങ്ങളുടെ ഫുൾ ചലനം മീൻസ് ഒരു മോണിറ്ററിങ്ങിലായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള ചലനങ്ങൾ ഒഴിവാക്കുക. അത് റിസ്ക് ഫാക്ടർ കൂട്ടും. അതുപോലെ തന്നെ പലരും ഒരു തവണ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ആദ്യം എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അല്ലാത്തവർ തീർച്ചയായിട്ടും കൂടുതൽ ഇതായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് തീർച്ചയായിട്ടും എടുക്കുക എന്നുള്ളതാണ്. അവസാന സമയത്തൊന്നും കയറി ചെന്ന് പണി മേടിച്ചിരിക്കരുത്. അതുപോലെ കൃത്യമായിട്ട് ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും എത്തുക. ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള മെറ്റാലിക് ഐറ്റംസ് എന്തെങ്കിലും കയ്യിലൊക്കെ കെട്ടിയിട്ടുണ്ട്, ഇപ്പൊ നൂലൊക്കെ പലയിടത്തും അവക്കുന്നുണ്ട്, മീൻസ് അത് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഡോക്യുമെന്റ്സിന്റെ കാര്യം ശ്രദ്ധിക്കുക, ടൈം ശ്രദ്ധിക്കുക, റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് മെസ്സേജ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാലും മതി. റിപ്ലൈ തരുന്നതാണ്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.